അപ്പോഴേ സോഫ്റ്റ് ഒരു അടിപൊളി ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കറ്റാർവാഴയും ചണക്കുരു ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. അടിപൊളി സോപ്പാണ്. അതുപോലെ നമ്മുടെ മുടി നന്നായി വളരാനും കൊഴിച്ചിലൊക്കെ നിൽക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ നമ്മുടെ ചണക്കുരു ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മുടെ കറ്റാർവാഴ ഉപയോഗിക്കുന്ന നല്ല മുടിക്കൊക്കെ നല്ല മോയ്സ്ചറൈസിങ് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഓയിൽ സോപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓയിൽ സോപ്പ് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്നും അതെങ്ങനെയാണ് നമ്മുടെ ചണക്കുരു അതിലെങ്ങനെയാണ് ചേർക്കണതെന്നൊക്കെ നമുക്ക് കാണിച്ചു. ചണക്കുരു അതിൽ നമ്മൾ 25 ഗ്രാമാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ നമ്മളത് നന്നായി ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അത് അരിച്ചെടുക്കണം. അപ്പോൾ അതൊരു ഗമ്മ് പോലെ ഇരിക്കും, ജെല്ല് പോലെ ഇരിക്കും. അത് നമ്മൾ ആദ്യം വെളിച്ചെണ്ണയിലിട്ട് നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ കാസി സോഡയൊക്കെ ആഡ് ചെയ്യാൻ. ഓക്കെ, അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചില്ല. അതുപോലെ നമുക്ക് നല്ല ബേസുകൾ, അതുപോലെ സോപ്പുകൾ, ഗ്ലിസറിൻ ബേസുകളില്ലേ ഞാൻ കാണിച്ചതല്ലേ, അതുപോലെ നല്ല ബേസുകൾ, ഗ്ലിസറിൻ അതുപോലെ ഓയിൽ സോപ്പുകൾ, ഗ്ലിസറിൻ്റെ സോപ്പുകൾ, അതുപോലെ ബേസുകൾ ആർക്കെങ്കിലും മറ്റേ നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ജെല്ല്, അതുപോലെ കറ്റാർവാഴയുടെ ജെല്ല്, അതുപോലെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തോ. അപ്പോൾ നമുക്ക് അടിപൊളി ഒരു വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള എണ്ണകളൊക്കെ നമ്മൾ പകർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്, പാം ഓയിൽ എടുത്തിട്ടുണ്ട്, പിന്നെ നമുക്ക് ഫ്ലക്സ് സീഡ് അതായത് ചണക്കുരു, പിന്നെ നമ്മുടെ കാസി സോഡ, പിന്നെ നമുക്ക് വൈറ്റമിൻ ഇ നമ്മൾ അതിലൊരു 5 ഡ്രോപ്സ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. 5 ഡ്രോപ്സ് ഒഴിച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്കത് നമ്മുടെ ഓയിലായിരിക്കും ഒഴിക്കാം. അപ്പോൾ നമ്മൾ മുന്നൊക്കെ ഞാൻ പറഞ്ഞല്ലേ ആ അളവിന് ഓയിലെടുക്കാം കേട്ടോ. അതായത് 700 മില്ലി. ഇനി നമ്മൾ ഫ്ലക്സ് സീഡ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നമ്മുടെ ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യണം, എന്നാലേ അത് നന്നായി മിക്സ് ആവുള്ളൂ. അതായത് ഒരു ജെല്ല് പോലെ കിടക്കുന്ന സാധനം ആയതുകൊണ്ട് നന്നായി മിക്സ് ചെയ്യാം. ഓക്കെ, നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിക്കാം. കളർ ഇടാം, എന്നിട്ട് നമുക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ഇടാം. അതായത് കളർ ആദ്യം നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിക്കാം. ഫ്രാഗ്രൻസ് ഓയിൽ നന്നായിട്ട് മിക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളതിലേക്ക് എന്തിന് കാസി സോഡ ഒരളവ് എല്ലാവർക്കും അറിയാലോ. 249.675 വാട്ടറും 110.640 കാസി സോഡയും നന്നായി മിക്സ് ചെയ്യാം. അതിനായിട്ട് നമ്മളൊരു മഞ്ഞ നിറം കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ മഞ്ഞ നിറത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോപ്പിൻ്റെ പകുതി ബേസ് ആയിരിക്കും ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യാം. ഓക്കെ, നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കളർ കണ്ടില്ല, നല്ല മഞ്ഞ കളറായിട്ട്, അതുപോലെ നല്ല സ്മെല്ലുണ്ട്. ഇത് നമുക്ക് മോൾഡ് ചെരിച്ച് വെച്ചിട്ടായിരിക്കും കുറേശ്ശെ കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നമുക്കിഷ്ടമുള്ള ഡിസൈൻ നമുക്ക് നമ്മുടെ ഐഡിയയിൽ ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ ഞാൻ വേഗം ഉണ്ടാക്കണതാണ് കേട്ടോ, പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ്. നേരെ വയ്ക്കാന്ന് പതുക്കൊന്ന് നമ്മളൊന്ന് അതൊന്ന് ഷേക്ക് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അതായത് തട്ടി കൊടുത്തോളൂ, എന്നാലും അത് കറക്റ്റായിട്ട് ബബിൾസ് ഇല്ലാണ്ട് നല്ല സോപ്പായിട്ട് കിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ സോപ്പിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതൊക്കെ മൊത്തം വടിച്ചിരിക്കും ഒഴിച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊരു ഡിസൈൻ പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് മുകളിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സോപ്പിൻ്റെ ഏകദേശം സാധനങ്ങളൊക്കെ കഴിഞ്ഞു. അതായത് നമ്മുടെ സോപ്പിൻ്റെ മൊത്തം ബേസ് നമ്മളതിലേക്ക് ഒഴിക്കും, വടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 2 തട്ടൊക്കെ തട്ടി കോലിട്ടിട്ട് ഒന്ന് ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ഇത്രയുള്ള പരിപാടി. നമ്മുടെ സോപ്പിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്കൊരു 12 മണിക്കൂർ കഴിഞ്ഞിട്ട് അത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ കറക്റ്റായിരിക്കും. 12 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എടുക്കാറുള്ളൂ. നമ്മുടെ സോപ്പ് കറക്റ്റായിട്ട് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. സിമ്പിളായിട്ട് നമുക്ക് സോപ്പുകളൊക്കെ ഉണ്ടാക്കാവുന്നുള്ളൂ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്കത് ഇനി കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ സോപ്പ് ഉണ്ടാക്കിയില്ലേ, നമ്മൾ ചണക്കുരു വെച്ചിട്ട് ആ സോപ്പാട്ടത് നമ്മൾ കട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നല്ല പുതിയ മെഷീനാണ്. അപ്പോൾ നമ്മൾ അളവൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ അളവൊക്കെ കറക്റ്റാക്കിയിട്ട് 107 ഗ്രാം വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ. സിമ്പിളായിട്ട് കട്ട് ചെയ്താൽ മതി. കട്ട് ചെയ്യാം 107-110 ഗ്രാമിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മുടെ 30 ദിവസം ടൈം കഴിയുമ്പോൾ കറക്റ്റ് വെയിറ്റ് വരും. ഒരു 105 ഗ്രാമിലേക്കൊക്കെ വരും കേട്ടോ. നമ്മുടെ ബ്ലേഡ് നല്ല
ടൈറ്റ് വേണ്ട കേട്ടോ ഒച്ചേട്ടാ ടൈറ്റായി നിൽക്കണം, എന്നാലാണ് നല്ല പെർഫെക്റ്റ് കട്ടിങ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ സോപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങൾ സോപ്പ് നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുക. അതായത് വീട്ടമ്മമാർക്കും അതുപോലെ വീട്ടിൽ ജോലിയുള്ളവർക്കും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. സോപ്പ് സ്വന്തമായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നുള്ളൂ. ഒക്കെ ഞാൻ കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും സോപ്പ് അതേപോലെ ബേസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഞാൻ അയച്ചുതരാം. ഓക്കെ, അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ.